നമസ്കാരം. അധികാരഹുങ്കിൽ എന്തുമാകാമെന്ന ബി.ജെ.പിയുടെ ധാർഷ്ട്യത്തിന് ജനാധിപത്യം നൽകിയ കനത്ത പ്രഹരമായി പാർലമെന്റിലെ പ്രതിപക്ഷ വിജയം മാറുന്നുവെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ്. 12 വർഷങ്ങൾക്കിപ്പുറം പ്രതിപക്ഷത്തിന്റെ ശക്തിയും പ്രസക്തിയും എന്താണെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അച്ചടക്കത്തോടെ രാജ്യം കണ്ട ദിവസമായിരുന്നു കഴിഞ്ഞുപോയത്. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ മറവിൽ ഭരണഘടനാ വിരുദ്ധ നടപടികളും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിയമനിർമ്മാണവും ഒളിച്ചുകടത്താനുള്ള ബി.ജെ.പി നീക്കങ്ങളെ ഒന്നിച്ചു നിന്ന് തകർത്തെറിയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഈ വിജയം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം കൂടിയായി മാറുകയാണ്. ഛിന്നഭിന്നമായിരുന്ന പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മയെ മുതലെടുത്ത് രാഷ്ട്രീയ മേൽക്കൈ നേടിയിരുന്ന ബി.ജെ.പിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ പ്രഹരത്തിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൃത്യമായ ആസൂത്രണമുണ്ട്. വനിതാ സംവരണം നടപ്പാക്കാനെന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും മണ്ഡല പുനർനിർണയത്തിലൂടെ ഭരണം ഉറപ്പിക്കാനുമുള്ള ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തെത്തിയത്. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ന്യൂനപക്ഷങ്ങളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള FCRA ഭേദഗതി ഉൾപ്പെടെയുള്ള നീക്കങ്ങളെ മനക്കരുത്തോടെയാണ് കോൺഗ്രസ് പ്രതിരോധിച്ചത്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം പോലും ഭരണപക്ഷം നിരാകരിച്ചപ്പോൾ ഇന്ത്യ സഖ്യകക്ഷികളെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വിളിച്ചു ചേർത്താണ് കോൺഗ്രസ് പോരാട്ടത്തിന് തീയതി കുറിച്ചത്. പ്രതിപക്ഷ ഏകോപനത്തിന്റെ നിർണായക ചുമതല AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനായിരുന്നു. വേണുഗോപാലിന്റെ നയതന്ത്ര വൈദഗ്ധ്യവും രാഷ്ട്രീയേതര വ്യക്തിബന്ധങ്ങളും പ്രതിപക്ഷ കക്ഷികളെ ഒരൊറ്റച്ചരടിൽ കോർക്കാൻ സഹായിച്ചുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. DMKയും ഇടതു പാർട്ടികളും കോൺഗ്രസിന് ഉറച്ച പിന്തുണയുമായി കൂടെ നിന്നു. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ പാർലമെന്റിലെത്താൻ അസൗകര്യം അറിയിച്ച തൃണമൂൽ കോൺഗ്രസ് MPമാരെ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ വോട്ടെടുപ്പിനെത്തിക്കാൻ കഴിഞ്ഞതും നിർണായകമായി. അഭിഷേക് ബാനർജിയുമായി രാഹുൽ നടത്തിയ ചർച്ചകളാണ് പ്രതിപക്ഷ നിരയിൽ വിള്ളലുകൾ വീഴാതെ കാത്തത്. ബി.ജെ.പിയുടെ മണ്ഡല പുനർനിർണയ നീക്കം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെടുത്തി SPയെയും RJDയെയും ഒപ്പം നിർത്താൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. അഖിലേഷ് യാദവുമായി നിരന്തരം ആശയവിനിമയം നടത്തി ഫെഡറൽ സംവിധാനത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ചടുലമായ നീക്കമായിരുന്നു. പ്രാദേശിക തലത്തിലെ ഭിന്നതകൾ മറന്ന് ഒരിക്കൽ കൂടി പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കിയതിലൂടെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നിരിക്കുകയാണ്. ജനാധിപത്യത്തെ സഭയിലെ അംഗബലത്തിന്റെ ഗർവിൽ ആർക്കും ചവിട്ടിമെതിക്കാമെന്ന ബി.ജെ.പിയുടെ മിഥ്യാവാദത്തിനുള്ള കനത്ത താക്കീതാണിത്. കോൺഗ്രസിന്റെ തോളേറി ജനാധിപത്യം വിജയിച്ച ഈ ദിനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ബില്ലുമായി മുന്നോട്ട് പോകാൻ സർക്കാർ കാണിച്ച അമിതാവേശത്തിന് കോൺഗ്രസിന്റെ നിശ്ചയദാർഢ്യം നൽകിയ മറുപടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറുമെന്നും കോൺഗ്രസ് കരുതുന്നു. പല വഴിക്ക് ഛിന്നഭിന്നമായിരുന്ന പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മയെ മുതലെടുത്ത് ബി.ജെ.പിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ പ്രഹരം സാധ്യമാക്കിയതിന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഠിനാധ്വാനമുണ്ട്. ബി.ജെ.പിയുടെ ഓരോ നീക്കത്തെയും കരുതലോടെയാണ് കോൺഗ്രസ് കണ്ടതും നേരിട്ടതും. പക്ഷേ പലപ്പോഴും പടവരുത്താനുള്ള അംഗബലത്തിന്റെ കുറവ് കോൺഗ്രസിന് എപ്പോഴും വിലങ്ങുതടിയായിരുന്നു. FCRA ബിൽ, സെൻസസ്, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയത്തിലെ ചേരിതിരിഞ്ഞ പോരാട്ടത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ബി.ജെ.പി നേരിടാൻ ഇത്തവണ കോൺഗ്രസ് തീരുമാനിച്ചത്. വനിതാ സംവരണം നടപ്പാക്കാൻ എന്ന പേരിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷ മുന്നണിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന തിരിച്ചറിവ് കോൺഗ്രസിനെ കൂടുതൽ തീക്ഷ്ണമാക്കി. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിൽ പ്രതിപക്ഷ പാർട്ടികളും നേതൃത്വവും വ്യാപൃതരായ സമയം ഈ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ ബി.ജെ.പി തെരഞ്ഞെടുത്തതിലെ ചതിയും കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. പ്രാദേശിക തലത്തിലെ ഭിന്നതകൾ മറന്ന് ഒരിക്കൽ കൂടി പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കിയതിലൂടെ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന്റെ കരുത്തും ശക്തിയും ബി.ജെ.പി അറിയിക്കാനായി. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ധാർമ്മിക വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൂടിയാണെന്നും കോൺഗ്രസ് പറയുന്നു.